ഓക്കെ, ഇത് ആക്ച്വലി SSC സെലക്ഷൻ ഫേസിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 8A514 6B ഡിവിസിബിൾ ബൈ 88 ആണ്. 88 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്കറിയാവുന്ന കേസ് 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം, 11 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 8 വെച്ചുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അത് നോർമലായിട്ടുള്ള വഴി പറഞ്ഞുതരാം, പിന്നെ ഷോർട്ട് കട്ട് നമുക്ക് ആലോചിക്കാം. 8 വെച്ച് ഞാൻ ഡിവിസിബിൾ ആണ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, 8 വെച്ച് ഡിവിസിബിൾ ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ബി എനിക്കറിയത്തില്ല, അപ്പം ഞാൻ ബിക്ക് വരെ 9 എന്ന് കൊടുക്കുക. 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8 × 5 40 വരെ പോകും, ബാക്കി പോയിട്ട് 69 വരും. ഓക്കെ, 69 വരും. നമുക്ക് 8ൻ്റെ അടുത്ത മൾട്ടിപ്പിളുള്ള 64ആണ്, അതായത് റിമൈൻഡർ 5 കിട്ടും. ഈ ഒരു നമ്പറിൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ അതായത് 469 നിന്ന് 5 കുറച്ചാൽ 464 വരും. അത് 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ബീൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ബീൻ്റെ വാല്യൂ 4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? എയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 11ൻ്റെ റൂള് ചെക്ക് ചെയ്യാം. 11ൻ്റെ റൂള് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 4 എന്ന് പറഞ്ഞ് കിട്ടി. 11ൻ്റെ റൂള് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8 - A, ഇവിടെയാണെങ്കിൽ 4, ഇവിടെയാണെങ്കിൽ -2, ഇവിടെയാണെങ്കിൽ 4. ഓക്കെ, ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 2 വന്നു, 6, 8 6 14, 14 - A, അതായത് 14ൽ നിന്ന് A കുറയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം. 11 വരുവാണെങ്കിൽ എയിൻ്റെ വാല്യൂ എത്ര വരും? 3 എന്ന് പറഞ്ഞു വരും. അപ്പോൾ എയിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ബീൻ്റെ വാല്യൂ 4 ആണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 81 ആയിരിക്കും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വേ. ഇനി അതല്ലാതെ നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം, പക്ഷെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവിടെ A⁻B ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു രീതി പറഞ്ഞു തന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ അനുസരിച്ച് വേണം നമ്മളത് പിക്ക് ചെയ്യാൻ. ഈ 121 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11⁻2 വരാം, ഇത് 9⁻2 വരാം, ഇതാണെങ്കിൽ 8⁻2 വരാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ 4⁻3 എന്ന് എഴുതാം, ഇതിനെയാണെങ്കിൽ 3⁻4 എന്ന് എഴുതാം. ഇത്രയും പോസിബിലിറ്റീസ് മാത്രമേ അവിടെ ഉള്ളൂ. ഇതിനെ നമുക്ക് പവറായിട്ട് എഴുതാൻ പറ്റത്തില്ല, കാരണം ഇത് A⁻B എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? എൻഡിൽ 2 വരിക, 462 വന്നു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആകുമോ എന്ന് ചെക്ക് ചെയ്യുക. 8ൻ്റെ മൾട്ടിപ്പിൾ ആകുമോ എന്ന് ചെക്ക് ചെയ്യുക. വരത്തില്ല, അപ്പോൾ ഇതല്ല നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്തത്, അതായത് നമുക്കിതിൽ നിന്ന് 121 പോകും, ബാക്കി പോയിട്ട് 64 81 മാത്രമേ ഉള്ളൂ. കാരണം 64 81നും ഈ 2 പോസിബിലിറ്റീസ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 64ൻ്റെ കേസ് ഒന്ന് വീണ്ടും ചെക്ക് ചെയ്യാൻ പോകും. അപ്പം 463, അതായത് ബീൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക. സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതും അല്ല നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് വേറെ വഴിയായിട്ട് പറയുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓപ്ഷൻ വേണം നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 3-4 പോസിബിലിറ്റീസേ ഉള്ളൂ. കൂടുതൽ പോസിബിലിറ്റീസ് വരുവാണെങ്കിൽ നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അതായത് ബീൻ്റെ വാല്യൂ ഇന്നതാന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത്, ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബീൻ്റെ വാല്യൂ എപ്പോഴും സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് അതേ പവർ 11 അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ട, കാരണം അതൊരിക്കലും വരത്തില്ല. ഓക്കെ,